വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിട്ട് ചോദ്യപേപ്പർ ചോർത്തി എന്നൊരു അഭിപ്രായം അവിടെയുള്ള ഈ സമരം ചെയ്യുന്നവർക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സിസ്റ്റത്തിലെ കറപ്ഷൻ്റെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കറപ്ഷൻ്റെ ഭാഗം ഉണ്ടായിട്ടുള്ള പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ്, ജസ്റ്റിസ് ഫോർ CJP അല്ലേ? താഴെ കമന്റ് ബോക്സ് ഉണ്ട്, കമന്റ് ബോക്സിൽ ഹാഷ്ടാഗ് അങ്ങോട്ട് ഇടുക, ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ടേ. എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ ഇടയിലെ തന്നെ ഒരു വ്യക്തിക്ക് കുറച്ച് സത്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങളുടെ ഫീഡിൽ മൊത്തവും വരുന്നത് നിങ്ങൾ CJPയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ CJPയെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ എതിർക്കാൻ വേണ്ടി കുറച്ചും കൂടെ നിങ്ങൾക്ക് തീ അങ്ങോട്ട് മൂപ്പിക്കാൻ ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് അല്ലേ നിങ്ങൾക്ക് വരുന്നത്? നല്ല കാര്യം, വരട്ടെ. ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് പ്രചരിക്കുന്നു, റിയൽ ആയിട്ടുള്ള വീഡിയോസ് പ്രചരിക്കുന്നു, നല്ല കാര്യം, നടക്കട്ടെ അങ്ങോട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം പല വീഡിയോകളും എടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. നമ്മുടെ മമ്മൂക്ക, പ്രിയങ്കരനായ മലയാളത്തിൻ്റെ വലിയ നടൻ, അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു. ലാലേട്ടനൊന്നും പറഞ്ഞ് കണ്ടില്ല. കുഞ്ചാക്കോവൻ, ടോവിനോ, ഒരുപാട് നടന്മാർ, നടിമാർ ഷെയർ ചെയ്യട്ടെ. ഒരൊറ്റ കാര്യമുള്ളൂ എനിക്ക് ഇവരോടൊക്കെ പറയാൻ. സ്റ്റുഡൻസിന് വേണ്ടി നിന്നാൽ ഞാനും കൂടെ ഒരു സല്യൂട്ട് തന്ന് കൂടെ കാണും. പക്ഷേ CJP പുറകിലുള്ള പ്രൊപ്പഗൻഡ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അല്ല, അതൊക്കെ വരട്ടെ, നമുക്ക് സംസാരിക്കാം. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യൻ കഴിഞ്ഞ ദിവസം ഓടിയായിരുന്നല്ലോ. ഒരു ദിവസം അവിടെ കണ്ടു, പിന്നെ എന്താ അവിടെ ഇല്ലാത്തത്? രാഹുൽ ഗാന്ധിജി ഇടയിലോട്ട് കയറി ചെന്ന് 2 ഇടിയൊക്കെ കൊണ്ട് ചോരയൊക്കെ വരുന്നു എടുത്തോണ്ട് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. ഒരു ദിവസം ഉണ്ടായിരുന്നു, പിന്നെന്താ അവിടെ നിൽക്കാത്തത്? അവിടെ നിൽക്ക്, എന്താ നിൽക്കാത്തത്? എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നില്ലേ? നല്ല രീതിയിൽ ചീഞ്ഞ് നാറുന്നുണ്ട്. നരേന്ദ്രമോദിജി ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടായിരുന്നോ നിങ്ങൾ? പുള്ളി ഇപ്പോഴും സ്ട്രോങ് ആണേ. എങ്ങനെ സ്ട്രോങ് ആവാതിരിക്കും? ഗുജറാത്തിൽ നടന്ന കലാപം ഞാനാ നടത്തിയത്, ഏറ്റെടുത്ത് ഫ്രണ്ടിൽ നിന്നു. എന്നിട്ട് എന്തായി? പ്രൈം മിനിസ്റ്റർ ആയി ഇന്ത്യയുടെ. ആ വ്യക്തിക്ക് ഇതൊക്കെ മറ്റേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ആ ലാഘവത്തിലായിരിക്കും പുള്ളി എടുക്കുന്നത്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് ഇവിടെ കേൾപ്പിച്ചു തരാം, നിങ്ങളിത് കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിലെ തന്നെ ഒരു വ്യക്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. പിടികിട്ടിയോ? വീണ്ടും ഞാൻ പറയുന്നു, സ്റ്റുഡൻസിന് നീതി വേണം, അവരുടെ കൂടെ ഞാനും ഉണ്ട് എന്ന് വെച്ചിട്ട് കണ്ട വൃത്തികേടുകളൊക്കെ എടുത്തങ്ങോട്ട് തലയിൽ വെച്ച് ഡാൻസ് കളിക്കാൻ എന്നെ കിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങളിതാ ഇതൊന്ന് കേക്ക്. ഇപ്പം നടക്കുന്ന ഈ നീറ്റ് എക്സാമിനെ ചൊല്ലിയുള്ള സമരം ഉണ്ടല്ലോ, CJP നയിക്കുന്നത്. CJPയെ പറ്റി അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഈ പ്രതിഷേധം ശരിക്കും ആവശ്യമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആവശ്യമുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്, പ്രത്യേകിച്ച് യുവതലമുറയാണ്. പ്രത്യേകിച്ച് വളരെ യങ്ങായിട്ടുള്ള കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണത്. അവർ ഏത് ലെവലിൽ വരാണെങ്കിലും ഉയരാം. അതുകൊണ്ടാണ് ഈ നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി IQ കൂടിയവരായിരിക്കും. അവർക്ക് ഏത് ലെവൽ വരെയൊക്കെ എത്താൻ എന്താ പറയണ്ട, അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടായി അവർ ആത്മഹത്യ ചെയ്യേണ്ട ലെവൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സിസ്റ്റം ഫെയിലിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആ സിസ്റ്റത്തിൻ്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് പുള്ളി രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊരു സിസ്റ്റമാണ് എന്നും കൂടെ മനസ്സിലാക്കണമല്ലോ. കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിട്ട് ചോദ്യപേപ്പർ ചോർത്തി എന്നൊരു അഭിപ്രായം അവിടെയുള്ള ഈ സമരം ചെയ്യുന്നവർക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സിസ്റ്റത്തിലെ കറപ്ഷൻ്റെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കറപ്ഷൻ്റെ ഭാഗം ഉണ്ടായിട്ടുള്ള പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഓൾറെഡി ഇത് ക്രിമിനൽ കുറ്റമായിട്ട് കേസെടുത്തിട്ടുണ്ട്. അതിപ്പോൾ CBIയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ ഈ നീറ്റ് എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് മാറ്റി വെക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്താ ഓപ്ഷനുള്ളത്? കാരണം ഒരു പരീക്ഷയിൽ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനകത്ത് കറപ്ഷൻ നടന്നിട്ടുണ്ട് ഉണ്ടെന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കറപ്റ്റഡായിട്ട് ജയിച്ചു വരുന്ന കുട്ടികൾ ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ദോഷം ചെയ്യുന്നവരെ മാറത്തില്ലേ?
അപ്പോൾ അത് തിരിച്ചറിയുന്ന സമയത്ത് അത് ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ അത് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്കും വിഷമമുണ്ടാകും, അവർ ആത്മഹത്യയൊക്കെ ചെയ്തത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ PSC എക്സാം നടത്തി ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ക്യാൻസൽ ചെയ്യുക എത്രയോ തവണ ഇതുപോലെ PSCയിലൊക്കെ എന്തോ ചോദ്യം ചോർന്നെന്നൊക്കെ പറഞ്ഞ് ക്യാൻസലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലും ഇഷ്ടംപോലെ നടക്കുന്ന ഒരു പരിപാടിയാണ്. നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കറപ്ഷൻ നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എക്സാം പോലുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുകയും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്. എനിവേ അതിലൊരു കറപ്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു 10 ദിവസത്തിനുള്ളിൽ അത് അതിന് വേണ്ട ആക്ഷൻസ് ഒക്കെ എടുത്ത് ഇപ്പം നിലവിൽ അത് അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുള്ളി രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വഷളാക്കരുത് ഇത്രയും. പക്ഷേ ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവരെല്ലാം ശരിക്കും ഈ ഒരു ഭരണപരിചയമുള്ള ആൾക്കാരല്ലേ. മീൻസ് ഇവർ പല സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഇന്ത്യ പലതവണ ഭരിച്ചതാണ്. അപ്പോൾ അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻസ്, ഇങ്ങനെ സെനാരിയോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയറിനെ പറ്റി ധാരണയില്ലാത്ത വ്യക്തികളൊന്നുമല്ലല്ലോ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറിനെ പറ്റി ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ധാരണ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അക്രമത്തിനൊരു കൂട്ടു നിൽക്കുക എന്നതിനുപരി ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മീൻസ് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കാം. പിന്നെ മരിച്ച കുട്ടികൾക്ക് ധനസഹായം, മീൻസ് ഈ 1 കോടി രൂപ എന്തോ കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് ചെയ്യുക തന്നെ വേണം. കാരണം അങ്ങനെ പൈസ കൊടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ തകർന്നൊന്നും പോകില്ല. നമ്മുടെ വിഷയമല്ല. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു സിസ്റ്റത്തിൻ്റെ എററിനെ പറ്റി ഉണ്ടായ പ്രശ്നങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു സജഷൻ കൊടുക്കുന്നതിന് പകരം ഈ പാമ്പിടിച്ച പിള്ളേരെ തല്ലുകൊള്ളിച്ച് ആളാകാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ സോക്കോൾഡ് പ്രമുഖ പാർട്ടികൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു 10-21 ദിവസമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിൽ എന്തെങ്കിലും അക്രമം ഉണ്ടായതായിട്ട് എനിക്കറിയത്തില്ല. പാർലമെൻറ്റിലേക്ക് അതിക്രമിച്ച് കയറിയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. അത് നമുക്കറിയാലോ. നമ്മുടെ നിസ്സാരം നമ്മുടെ നാട്ടിലുള്ള ഒരു കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയാൽ ആ ഗേറ്റിൻ്റെ അകത്തേക്ക് കടക്കാൻ നമ്മുടെ ഇവിടുത്തെ പോലീസ് സമ്മതിക്കുമോ? അതൊരു ഭരണം നടക്കുന്ന ഒരു സ്പേസ് ആണത്. അതിലേക്ക് അങ്ങനെ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ നമ്മൾ റൂൾ ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ നിയമങ്ങളിലൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്. അപ്പോൾ ഒരു സാധാരണ കളക്ടറേറ്റിലേക്ക് പോലും ഒരു മാർച്ച് നടത്താൻ പറ്റാത്ത സ്ഥിതിക്ക് ഇങ്ങനൊരു സ്പേസിലേക്ക് മാർച്ച് നടത്താൻ പറ്റും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ കടന്ന് കയറുമ്പോഴത്തേക്കും അടി കിട്ടും എന്നറിയുന്നില്ല. അറിയാത്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ അതങ്ങനെ പ്രതിരോധിക്കുന്നത് തെറ്റാണ്, എനിക്കതറിയത്തില്ല. അതിലൊക്കെ അത് ഒരു റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ എന്താ പറയണ്ട, യുവതലമുറയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമ്പം എന്താണ് അവർ ഈ പാർലമെൻറ്റിലേക്ക് ഇരച്ച് കയറിയിട്ട് അവർ എന്താണ് അവർ പുതുതായിട്ട് നേടുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ സത്യമായിട്ടും. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദിയുടെ കേസ് എന്ന് വെച്ചാൽ ശരി, ഞാൻ സർപ്രൈസിംഗ്ലി വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളി ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആക്ച്വലി ഇതിനൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഇവരുടേതായിട്ടൊരു വെർഷനിലൊരു മറുപടി വരും. ഞാനത് ശരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയണ്ട, അതായത് ഈ എസ്പെഷ്യലി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു കലാപത്തിൻ്റെ പ്രോഡക്റ്റാണ്. അറിയാലോ, ഗുജറാത്ത് കലാപം. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട്. ഞാനത് നല്ലതാണെന്ന് ചീത്തയാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. പുള്ളിക്കെതിരെ വരുന്ന ഇങ്ങനെയുള്ള ആരോപണങ്ങളെ വളരെ പോസിറ്റീവായിട്ട് മാറ്റാൻ കാലിബർ ഉള്ള ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. കാരണം പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം അസ്തമിച്ചു പോയാൽ. പക്ഷേ പുള്ളി അത്രയും വലിയ പ്രശ്നം, അതായത് ഇപ്പോഴും രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ കലാപം എന്നറിയപ്പെടുന്ന ഗുജറാത്ത് കലാപത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് പല രാജ്യങ്ങളും ബാൻ ചെയ്തെടുത്തുനിന്ന് പല രാജ്യങ്ങളിലും റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിക്കുന്ന ലെവലിലേക്ക് വളർന്ന് വരാൻ നമ്മൾ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും അതൊരു ഫാക്റ്റാണല്ലോ. അപ്പം ഇപ്പോൾ ഈ നടക്കുന്ന കലാപങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി ഇത് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന്, മീൻസ് അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ നടത്തുവാണെന്ന് എനിക്കൊരു തോന്നല്. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള ബഹളങ്ങളെല്ലാം അവർക്ക് പോസിറ്റീവാക്കി, BJPക്ക് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കാലിബർ, ഒരു പൊളിറ്റിക്കൽ ബ്രില്യൻസ് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇത് അവരുടെ ഒരു അടുത്തൊരു നീക്കത്തിന് വേണ്ടിയിട്ട് ശരിക്കും കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് സെലിബ്രിറ്റീസ്. ആക്ച്വലി അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ മനുഷ്യൻ്റെ ജീവിതം എല്ലായിടും ഒരേപോലെയാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ.
ഒരുപാട് ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് സംസാരിച്ച് പഴകിയ കാര്യമാണെങ്കിൽ പോലും എന്താ പറയണ്ടേ, ഈ PSC പരീക്ഷയുടെ കേസ് തന്നെ എന്താടി അവരൊന്നും എന്താ പറയുന്നത്, കുട്ടികളല്ലേ അവർ, ഉദ്യോഗാർത്ഥികളല്ലേ, അവർ മണ്ണ് വാരി തിന്നില്ലേ, അവരൊരു പരീക്ഷ എഴുതിയതല്ലേ, അവരുടെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തില്ലേ, അപ്പോഴൊന്നും ഒരു ഐക്യദാർഢ്യം ഇല്ലല്ലോ ആർക്കും. അതാ പറഞ്ഞത്. അതിനിപ്പോൾ എന്താ പറയണ്ടേ, പൊളിറ്റിസൈസ് ചെയ്യാൻ എല്ലാത്തിനും. ഒരു മനുഷ്യനൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അവൻ്റെ രാഷ്ട്രീയം നോക്കി പ്രതികരിക്കുക എന്ന് പറയുന്ന പോലെ ഇത്ര ആത്മാർത്ഥതയില്ലാത്ത പരിപാടി. ഞാൻ പറയുന്നത് ബെറ്റർ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ സെലിബ്രിറ്റീസ് ഞാൻ ഉദ്ദേശിച്ചത് മെയിൻലി സിനിമ നടന്മാരെ അല്ലെങ്കിൽ ഏറ്റവും ഫെയിം ഉള്ള അവരാണല്ലോ, അവരുടെ പണി ചെയ്യുക, പോവുക. അതല്ലാതെ സെലക്റ്റീവായിട്ട് സെലക്റ്റീവായിട്ട് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയണ്ട, സങ്കടം വരുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നത്. ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവരുമായിട്ട്. എന്തായാലും ഇത് ഫൈനലി എനിക്ക് പറഞ്ഞ് തീർക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യ പല കാര്യങ്ങളിലും നല്ലപോലെ മുന്നേറി വരുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് എനിക്ക് ആ ട്രാൻസിഷൻ നല്ലപോലെ അറിയാം. എൻ്റെ നല്ല ഓർമ്മകൾ ഉണ്ട്. എനിക്ക് ഒരു 10-15 വർഷം മുമ്പ് എന്താണ് എങ്ങനെയാണെന്നുള്ള നല്ല ഓർമ്മയുണ്ട്. അപ്പം ഒരു വേറൊരു ദിശയിലേക്ക് എന്തൊക്കെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വ്യക്തമായിട്ട്. അത് നല്ലതാണെന്നും തോന്നുന്നു. എനിവേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. ഇങ്ങനൊരു കറപ്ഷൻ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രി രാജിവെച്ച് മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇപ്പോഴും എനിക്കത് പറയാനുള്ളത്. പുള്ളി രാജിവെച്ച് പോട്ടെ. അത് രാജിവെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം തീരുമെങ്കിൽ അത് തീരട്ടെ. വെച്ച് വഷളാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം മുഴുവനായിട്ട് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറ. ഹാഷ്ടാഗ് മാത്രമല്ല, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. പിന്നെ ഒരു കാര്യം കൂടെ, ഒരൊറ്റ കാര്യം കൂടെ. ചില ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറി ചെല്ലുന്നുണ്ട്. നല്ല കാര്യം, പൊക്കോ. പക്ഷെ അവിടെ ചെന്നിട്ട് കണ്ടന്റ് അതിനുവേണ്ടി മാത്രം ഈ പ്രൊട്ടസ്റ്റിന് പോകുന്നതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ചെന്ന് നല്ല 2 പച്ച മലയാളത്തിൽ നല്ല 2 പാട്ടുകൾ അവർക്ക് പാടിക്കൊടുക്കുക. പിടികിട്ടിയോ? കാരണം അതൊക്കെ കുറച്ച് ഓവറായിട്ടാവും. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താ അങ്ങ് വേഴ്സ് മാക്സിമം എങ്ങനെയൊക്കെ വേഴ്സ് ആക്കാമോ അങ്ങനെയൊക്കെ വേഴ്സ് ആക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ വരുന്നത് മൊത്തം സപ്പോർട്ടീവായിട്ടുള്ള കൈൻഡ് ഓഫ് വീഡിയോസാണ്. CJPയെ പൊക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോസാണ്. അങ്ങനെ പറയണം. സ്റ്റുഡൻസിനെ അല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിനെ അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ ചെറിയ രീതിയിലെങ്കിലും വിമർശിക്കുന്ന ചില ആളുകൾ, ചില വീഡിയോകളൊക്കെ ഫേക്കാണ്. ചില ഡോക്ടേഴ്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടർ മറ്റേ സ്പ്രേ അടിക്കുന്നത് പോലീസുകാരെ നല്ല കനത്തിൽ ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നവരുടെ ഫീഡിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് തന്നെ വരുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇതത്രേ എനിക്ക് പറയാനുള്ളൂ. 2 സൈഡുണ്ട് ഒരു നാണയത്തിന്. ഓക്കെ, അത് നമ്മളെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, അത്രയേ പറയുന്നുള്ളൂ. കുട്ടികൾക്ക് നീതി വേണം. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് ചില ആളുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾക്കൊന്നും ഞാനില്ല എടുത്ത് തലയിൽ വെച്ച് ഡാൻസ് ചെയ്യാൻ. പിന്നെ അഭിജിത്ത്, വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടോ അഭിജിത്ത്? അങ്ങ് ബോസ്റ്റണിൽ സുഖിച്ചിരുന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ. ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ കയ്യടി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. അതിൻ്റെ മീനിങ് അത് എനിക്കറിയാം. നിങ്ങൾ ഏത് രീതിയിൽ തിങ്ക് ചെയ്താലും ഞാനൊന്നും പറയാനില്ല. ഒരൊറ്റ കാര്യം കൂടെ, ഈ കൈൻഡ് ഓഫ് വീഡിയോസ് ജിയോ പൊളിറ്റിക്കൽ എന്തുകൊണ്ട് കാണുന്നില്ല ആളുകൾ? എൻ്റെ ചോദ്യം അതാണ്. എൻ്റെ ഫോളോവേഴ്സ്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വേറെയാണ്, അത് ഞാൻ തരാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെയൊക്കെ ഒന്ന് കാണുക. നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പേഴ്സണലി ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നില്ല എന്ന്. റീസൺ വേറൊന്നുമല്ല, നിങ്ങൾ വീഡിയോയുടെ വ്യൂസ് ഒന്ന് നോക്കിയാൽ മതി. പിടികിട്ടിയോ? ഒന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ്, അല്ലാതെ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ ഇങ്ങനത്തെ വീഡിയോകളും കൂടെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉറപ്പായിട്ടും ശ്രമിക്കും.